മമ്മിയുടെ ദീപ്തമായ സ്മരണകൾക്ക് മുന്നിൽ ഞങ്ങളിവിടെ നിൽക്കുകയാണ്. മമ്മി ഏറ്റവും കൂടുതൽ സഹനം അനുഭവിച്ച ഒരു വ്യക്തിയാണെന്ന് ഞങ്ങൾക്ക് പറയാനായിട്ട് കഴിയും. ഒരുപാട് അപകടങ്ങൾ, വേദനകൾ, രോഗങ്ങൾ എന്നിവയുടെ എല്ലാം കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ അമ്മ. ഞങ്ങളുടെ ദൈവവിളിയുടെ അടിസ്ഥാനം തന്നെ മമ്മിയുടെ സഹനം തന്നെയാണ്. മമ്മിയുടെ ആ സഹനങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ദൈവവിളിയിൽ നിൽക്കാൻ ഇടയായത്. ഞങ്ങൾ ഇന്ന് 4 പേര് ഇങ്ങനെ നിൽക്കണമെങ്കിൽ അതിന് അടിസ്ഥാനമായ കാരണമെന്ന് പറയുന്നത് ഞങ്ങളുടെ മമ്മി തന്നെയാണ്. കാരണം പൗരോഹിത്യം എന്ന് പറയുന്നത് തന്നെ മൺപാത്രത്തിലെ നിധി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സങ്കടങ്ങളുണ്ടായാലും അത് മമ്മിയോട് പങ്കുവയ്ക്കുവാനും മമ്മിക്ക് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുവാനും ഒക്കെ മമ്മിക്ക് സാധിക്കുമായിരുന്നു. ഇനിയുള്ള നാളും മമ്മി സ്വർഗത്തിലിരുന്ന് ഞങ്ങളുടെ മാധ്യസ്ഥ്യം വഴി മമ്മി ശക്തിപ്പെടുത്തും എന്നുള്ള ഉറച്ച ബോധ്യമുണ്ട്. ഈ ഒരു ബോധ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. മമ്മിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നത്, മമ്മി മിക്കവാറും എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് ഞങ്ങളെ കൂടുതൽ പള്ളിയിലോട്ട് പോകുവാനായിട്ട് കൂടുതൽ ആകർഷിച്ചിട്ടുണ്ട്. കാരണം മമ്മി ഒരിക്കലും നിങ്ങൾ പള്ളിയിൽ പോവുക എന്ന് പറഞ്ഞിട്ടില്ല. നാളെ നിങ്ങൾ പള്ളിയിൽ പോരുന്നുണ്ടോ എന്ന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അത് മിക്കവാറും ഞങ്ങളെ പള്ളിയിലോട്ട് പോകുവാനായിട്ട് ഒരു തീരുമാനമെടുക്കുവാനായിട്ട് സഹായിച്ചു. അതുപോലെ തന്നെ മമ്മി പലപ്പോഴും ഞങ്ങളുടെ സഹനങ്ങളും ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മറ്റുള്ള ഞങ്ങൾക്ക് എന്തേലും ദുഃഖങ്ങളും വിഷമങ്ങളും രോഗങ്ങളും വരുമ്പോൾ മമ്മി എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് അത് ഞങ്ങൾക്ക് വരാതെ മമ്മിക്ക് തന്നെ വരുവാൻ എന്നാണ് മമ്മി എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത്. ഇതാണ് മമ്മിയെക്കുറിച്ച് എനിക്ക് പറയുവാൻ സാധിക്കുന്നത്, എൻ്റെ ഓർമ്മയിലുള്ളത്. എനിക്ക് മമ്മിയെപ്പറ്റി പറയാനായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്ന വേറൊരു ചിന്ത എന്ന് പറയുന്നത്, മമ്മി എല്ലാ സാധനങ്ങളും നല്ല വസ്തുക്കൾ കിട്ടിയാലും അത് ഒന്ന് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഞാൻ ജാർഖണ്ഡ് മിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ നിരവധി പാവങ്ങളായ വ്യക്തികളുണ്ട്. അപ്പം മമ്മിയോട് പറയുമ്പോഴത്തേക്കും മമ്മി പറയുന്നു, എൻ്റെ ഉടുപ്പുകൾ ഉണ്ട്, നല്ലതുണ്ട്, നിനക്കത് കൊണ്ടുപോകാം. മറ്റുള്ളവർക്ക് വേണ്ടി കരുതലോടെ കാത്ത് സൂക്ഷിക്കുന്ന വസ്തുക്കൾ പഴയതാണെങ്കിലും അത് ഉപയോഗിച്ച് പുതിയ വസ്തുക്കൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാനായിട്ടുള്ള ഒരു നല്ല മനസ്സിന് ഉടമയാണ് അമ്മ. അത് ഞങ്ങൾക്കും ഒരു പ്രചോദനമായി മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട്. തൻ്റെ മൂത്ത മകൻ 5ാം വയസ്സിൽ സ്കൂളിൽ നിന്നും വിട്ടുവരുമ്പോൾ റോഡ് മുറിച്ച് കടക്കുവാൻ അമ്മയുടെ അടുത്തേക്ക് ഓടി വന്ന മകനെ മറ്റൊരു വാഹനമിടിച്ച് മരണപ്പെട്ട അദാരുണ്യ അന്ത്യം കണ്ട അമ്മ തൻ്റെ ബാക്കി വരുന്ന മക്കളിൽ 3 പേർ വൈദികരായും ഒരാൾ ഡീക്കനായി ഈ വർഷം പട്ടം സ്വീകരിക്കുവാനുമായി കാത്തു നിൽക്കുന്ന മകൻ തൻ്റെ സഹനങ്ങളോടും മുന്നിലെ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ ഒരു കുടുംബത്തിൽ മാതൃക അമ്മയായി തീർന്ന മോളി ചേച്ചിയുടെ ആത്മാവിന് ഷിക്കീന ന്യൂസ് ആദരാഞ്ജലികൾ നേരുന്നു.